നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. 3 പതിറ്റാണ്ടുകളായി മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളുടെ തല്ലേറ്റ് പരവശരായ എന്നാൽ തളരാത്ത സ്ഥിരം വില്ലൻ സാന്നിധ്യങ്ങളായ അബു സലീമിനെയും കൊല്ലം അജിത്തിനെയും JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. സൂപ്പർ സ്റ്റാറുകളുടെ ഇടികൾ ഇങ്ങനെ കൊണ്ടുകൊണ്ട് നിങ്ങളുടെ ശരീരമെല്ലാം ഇങ്ങനെ പഞ്ഞിക്കെട്ട് പോലെയായെന്നാണ് ഈ പിള്ളേർ വിചാരിച്ചിരിക്കുന്നത്. അല്ല, അതിനകത്ത് വേറെ പ്രശ്നം വെച്ചാൽ ഈ സൂപ്പർ സ്റ്റാറുകൾ ഞങ്ങളെ ഇടിക്കുന്നത് കൊണ്ടാണ് ഇവർ കൈയടിക്കുന്നത്. ഞങ്ങളെ ഇടിച്ചെങ്കിലാണ് അവർ കൈയടി കിട്ടുന്നത്. അല്ലെങ്കിൽ എവിടെ ഒരു ഹീറോയിസം ഉണ്ടാവാനാ? 2 വില്ലന്മാർ. എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളിപ്പം അജിത്ത് ഇപ്പോൾ ഒരു 500 സിനിമയിലായില്ലേ? ഒരു 600 സിനിമ 600 സിനിമയിൽ അടി കൊണ്ടു. കുറെ കൊടുക്കുകയും ചെയ്തു. കുറേ കൊടുത്തു. ഇതിനിടയ്ക്ക് 1-2 പടങ്ങൾ ചെറിയ ഹീറോ ഒക്കെ ആയിട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. 89 ഒരു പടത്തിൽ ഞാൻ ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അഗ്നിപ്രവേശം. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ ഈ നമ്മുടെ സിനിമയുടെ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ വലിയൊരു ചൂതാട്ടമാണ്. ചൂതാട്ടം. അപ്പൊ സലീം ഒരു ഓട്ടർച്ചനും ഇല്ല കേട്ടാ. അങ്ങനെ കണ്ണുമൊക്കെയല്ലേ. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. എന്തൊരു ഇഷ്ടമെന്ന് എനിക്കറിയാം. എന്നാ കാരണം ഞാൻ ഇദ്ദേഹത്തിന്റെ ഭക്ഷണക്രമം നമ്മുടെ മമ്മൂക്കയിൽ നിന്ന് മനസ്സിലാക്കിയത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമുക്ക് പറഞ്ഞു ഇവൻ രാവിലെ 5 മുട്ട, വൈകുന്നേരം 5 മുട്ട, രാത്രിയിൽ 5 മുട്ട. എത്ര മുട്ട കഴിക്കും? കഴിക്കും നന്നായിട്ട്. ഒരു ദിവസം എത്ര മുട്ട കഴിക്കും? മുട്ട മാത്രമല്ല, ഞാൻ ഭക്ഷണം നന്നായിട്ട് കഴിക്കും, നന്നായിട്ട് വ്യായാമം ചെയ്യും. അതാണ് എൻ്റെ പോളിസി. ഇവ പറഞ്ഞതിനകത്തൊരു നഗ്ന സത്യമുണ്ട്. ഒരു ദിവസം ഞാൻ മമ്മൂക്കയുടെ വീട്ടിൽ പോയി ഉച്ചയ്ക്ക്. മമ്മൂക്കയെ കാണാനായിട്ട് പോയതാണ്. അത് ഏതാണ്ട് സമയം ഒരു 1:30 ആവും. അപ്പോൾ ഞാനവിടെ ചെല്ലുമ്പോൾ ഇത് പുതിയ തലമുറയ്ക്കും കൂടെ ഒരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയുക. അപ്പം ഞാനവിടെ ചെല്ലുമ്പോൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എന്നിട്ട് ഞാൻ ഇറങ്ങാൻ നേരത്ത് നമുക്ക് ചോദിച്ചു, ഇടാ നീ എല്ലാം കഴിച്ചോ എന്ന് ചോദിച്ചു. എന്നോട്. ഞാൻ അന്ന് അബുക്കയില്ല, ഞാനാ പോകുന്നത്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യത്തിന് വേണ്ടി പോയതാണ്. അപ്പോൾ നമുക്ക് ചോദിച്ചു എല്ലാം കഴിച്ചോ നീ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നും കഴിച്ചില്ല, ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം നമുക്കത്. എടാ ഇവിടെ കുറേ ഇല ഇരിപ്പോട്ട് വേടാ കഴിച്ചിട്ട് പോടാന്ന്. അതായത് അക്കാലത്ത് മമ്മൂക്ക ഈ പറഞ്ഞൊരു ഇലയുടെ ആളായിരുന്നു. ഒരുതരം ഈ അറബികളൊക്കെ കഴിക്കുന്ന ഒരുതരം ഇലയും കാര്യങ്ങളും അന്ന് വളരെ ഇതായിട്ട് ഈ ഫുഡൊക്കെ മാറ്റി വെച്ചിട്ട് വളരെ ഇതായിട്ട് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്രയും ശരീരം ശ്രദ്ധിക്കുന്ന ആഹാരക്രമങ്ങൾ ഇത്രയും ഇതുള്ള നമ്മുടെ ഒരു നടൻ, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും പേരും, അതായത് ഈ സൗത്ത് ഇന്ത്യയിൽ പോലും അങ്ങനെ ഒരു താരമില്ല എന്നുള്ളതാണ്. അത് ആഹാരത്തിൻ്റെ കാര്യത്തിലും ശരീരം ശ്രദ്ധിക്കുന്ന കാര്യത്തിലൊക്കെ അദ്ദേഹത്തിനെ കണ്ടുപഠിക്കണം എന്ന് ആണ് എൻ്റെ ഒരു അപേക്ഷ. നമുക്ക് ഇടയ്ക്ക് പറയാറുണ്ട്, ഈ അബു സലീമിനെ പോലെ ഇത്ര കൃത്യനിഷ്ഠയോടെ ജീവിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ഭക്ഷണത്തിൻ്റെ ക്രമത്തിൽ. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും വ്യായാമം മാത്രമല്ല. ഈ അബു സലീം ഒരു പോലീസുകാരൻ കൂടിയായിരുന്നു. അതെ. ഈ പോലീസുകാർക്ക് ഒരുപാട് മോശപ്പെട്ട സ്വഭാവം ഉള്ളതാണ്. ആ സ്വഭാവം ഉണ്ട്. കാക്കിയിടുമ്പോണ്ട്. അബു സലീം ഈ പറഞ്ഞ ശരിയാണ് അജിത്ത് പറഞ്ഞത്. കാക്കിട്ടാൽ പോലീസാണല്ലോ. സ്വഭാവം മാറി അല്ല, പോലീസിന്റെ സ്വഭാവമായിരിക്കും. അല്ലാതെ വേറെ മറ്റ് ദുരുദ്ദേശമൊന്നുമില്ല അതില്. ന്യായമായിട്ട് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു ജോലിയാണ് ഞാൻ ചെയ്തത്. ആണ്. വരട്ടെ, നമുക്ക് തിരിച്ചു വരാം. ഒരാൾ ഇവിടെ വരാൻ തയ്യാറാണ്. അബു സലീമിന് വേണ്ടിയിട്ട് എന്തോ സംസാരിക്കാൻ വേണ്ടി ഒരാളിങ്ങനെ. അവന് എപ്പോഴെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ചിലപ്പോൾ ഒന്ന് സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ പോവാണ്, രാവിലെ പോകണം, മറ്റേ അത്യാവശ്യമുണ്ട്, അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോകാൻ പോയാൽ അബുവിനെ പിടിച്ചു നിർത്താൻ ഒറ്റ മാർഗ്ഗമുള്ളൂ, പൊറോട്ടയും ബീഫും കൊടുത്താൽ മതി. കാരണം പൊറോട്ട എന്ന് പറഞ്ഞാൽ അബു അവിടെ നിൽക്കും. അത് ഒരു ദിവസം ഇവിടെ വന്നിട്ട് എനിക്ക് പോകണം, അവിടെ ഉദ്ഘാടനം ഉണ്ട്, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പൊറോട്ടയും ബീഫും ഇപ്പോൾ മേടിച്ച് ഞാൻ തരുമെന്ന് പറഞ്ഞാൽ അബു അവിടെ നിന്നോളും. എല്ലാവരും സ്നേഹിക്കാൻ, എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. മലയാള സിനിമയിൽ അങ്ങനെ അപൂർവം ചില ആൾക്കാരുള്ളൂ. എപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ഒരാളാണ്. നല്ല ഒരു സ്വഭാവത്തിൻ്റെ ഉടമയാണ്. നല്ല മനുഷ്യനാണ്, സ്നേഹിക്കാൻ കഴിവുള്ളൊരു മനുഷ്യനാണ്. അത് 100% ഞാനും ആ കാര്യത്തിൽ. വില്ലന്മാരെ ഭയങ്കരമായിട്ട് വേണം സ്നേഹിക്കല്ലേ? വില്ലന്മാരെ സിനിമയിൽ കാണുന്ന സ്വഭാവം അല്ല. തീർച്ചയായിട്ടും അല്ല. വെറുതെ പറയുന്നതല്ലേ. വെറുതെ നമ്മൾ ജീവിക്കാൻ വേണ്ടി സിനിമയിലാണ് അബു സലീം ഒരു പെണ്ണിനെ കണ്ട അപ്പം ബലാത്സംഗം ചെയ്യും.
അല്ല ഒരു കാലത്ത് ബലാത്സംഗം ചെയ്യാറില്ല, നമ്മുടെ ഫൈറ്റ് ഒക്കെ ഉള്ളൂ. അത് അജിത്തിന് മലയാള സിനിമയിൽ ഇപ്പൊ അതിനല്ല, പണ്ട് കാലത്തല്ലേ ബലാത്സംഗം. ഇപ്പോഴങ്ങനെ ബലാത്സംഗം എന്ന് പറയുന്ന പരിപാടി അജിത്തൊക്കെ ബലാത്സംഗം ചെയ്തോടെ ആണ് തുടങ്ങിയത് തന്നെ ഈ പ്രൊഫഷൻ. ഒരു നല്ലൊരു ശതമാനം അതാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ അത്ഭുതപ്പെട്ട ഒരു സംഭവമുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു പബ്ലിക്കിൽ നിൽക്കുക, പബ്ലിക്കിൽ നിൽക്കുമ്പോഴത്തേനും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർക്ക് നമ്മളെ കണ്ടപ്പോൾ ഒരു സന്തോഷം, ഒരു സിനിമ കാണാൻ നമ്മുടെ അടുത്തുണ്ട് എന്നുള്ളത്. അപ്പോൾ അയാളൊരു തമാശ പറയണം, അയാൾ സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ല, അയാൾ സിനിമ കാണുന്ന ആളായിരിക്കാം, പക്ഷെ അല്ലാതെ സിനിമാക്കാരുമായിട്ട് യാതൊരു ബന്ധമില്ല. തിരമാലമല്ലേ ചൊല്ലി ചക്രവാളമാകെ നിന്റെ ഗൽഗതം മുഴങ്ങിടും. ഇത് ഞാൻ അബുഗയ്ക്ക് വേണ്ടി ഞാൻ പാടിയതാണ്. ഇനി അജിത്തിന് വേണ്ടിയിട്ട് അബ്സലീം പാടും. അതാണ് അബ്സലീമിന്റെ പ്രത്യേകത. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അബ്സലീം എന്നുള്ള ഉദാര മനസ്കന് അജിത്തിനോട് നോ പറയാൻ പറ്റില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഇത്രയും കാലത്തെ ബന്ധം 30 വർഷം 35 വർഷം. നമ്മളിപ്പോ ഞാൻ ഒരുപാട് നടന്മാരെ കണ്ടിട്ടുണ്ട്, ഒരുപാട് പിന്നെ 2 പരിപാടി കൊടുക്കാം, ഒരുപാട് നടന്മാരെ കണ്ടിട്ടുണ്ട്. എന്ത് വേണം പാടി. ഞാനൊരു കാര്യം ചെയ്യാം, മലപ്പുറം ഭാഷയിൽ പിന്നെ നീ എവിടെ നിന്ന് എവിടെ എന്നുള്ള പാട്ട് പാടാം. ഓക്കെ, വെരി ഗുഡ്, നല്ല പാട്ടാ. ഇജ്ജവിടെ അന്റെ നേലവിടെ അന്നിൽ കാലം നട്ടു വളർത്തിയ നിശബ്ദമോഹങ്ങളെവിടെ ഇജ്ജവിടെ. മതി മതി, വാക്ക് പാലിച്ചു. ഇതാണ് കാക്കിക്കുള്ളിലെ കലാകാരൻ. കാക്കിക്കുള്ളിലെ കലാകാരൻ.